من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവരണമെന്ന് ഞാനും നിങ്ങളും ഈ ദുനിയാവിലെ കുറഞ്ഞ കാല ജീവിതളവിൽ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു ഭാഗത്തെത്തിയാലും സൃഷ്ടാവായ രക്ഷിതാവായ ഖാലിക്കും മാലിക്കും റാസിക്കുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇസ്ലാമും ഈമാനും ഉണ്ടായിരിക്കണം. ഇസ്ലാമും ഈമാനും അടിയുറച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവൻ ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ അവനൊരു സ്ഥാനവുമില്ല. ശരിക്കു പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങളുടെ ആറാമത്തതാണ് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറുമായ ഏതൊരു കാര്യമുണ്ടാകട്ടെ അത് അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് സംഭവിക്കുന്നത്. അത് അല്ലാഹു എനിക്ക് ഖദറാക്കിയതാണ്, അതിൽ ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യും. എന്തൊരു വിഷയം വന്നാലും ഞാൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യും എന്ന് പറയുന്ന ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതിലുള്ള അടിയുറച്ചുള്ളൊരു വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകണം, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ടതാണ്. ഇന്ന് ലോകത്ത് രണ്ട് രീതിയിലുള്ള തവക്കുൽ നടക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ രണ്ട് രീതിയിലുള്ള തവക്കുലാണ് ലോകത്ത് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ തവക്കുൽ ഏതാണ്? അല്ലാഹുവിനെ മാത്രം ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസി, അവന് സുഖങ്ങൾ ഉണ്ടാവട്ടെ, അവന് സന്തോഷമുണ്ടാകട്ടെ, അവന് ഖൈറുണ്ടാകട്ടെ, അവന് ഷർറുണ്ടാകട്ടെ, എല്ലാം എൻ്റെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഞാൻ അതിൽ ക്ഷമിക്കും, ഞാൻ അതിൽ പൊറുക്കും, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടിയുള്ള തവക്കുലാണ്.
ഉദാഹരണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറയട്ടെ. യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരളിന്റെ കഷ്ണമായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നഷ്ടപ്പെടുകയാണ്. ആ പൊന്നുമോനെ കാണാതെയാവുകയാണ്. ആ ബാപ്പ വല്ലാതെ വിഷമിച്ചു. നബിയായ പിതാവ് വല്ലാതെ സങ്കടപ്പെട്ടു, വിഷമിച്ചു. അങ്ങനെ അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് യൂസുഫിന്റെ 86-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ വേദന, എൻ്റെ സങ്കടം, എൻ്റെ പൊന്നുമോൻ എന്നെ കാണാതെ ഞാൻ വിലപിക്കുന്ന ഈ വേദന റബ്ബേ നിന്നോട് ഞാൻ ഇതാ ഭരമേൽപ്പിക്കുന്നു അല്ലാഹ്. ഇതാണ് തവക്കുൽ. ഇതാണ് യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തവക്കുൽ മുമ്പിൽ നിറഞ്ഞൊഴുകുന്ന നയൽ നദിയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മൂസാ നബിയെ വിശ്വസിച്ചതായ സഹാബത്തും അതാ നയൽ നദിയുടെ മുമ്പിലുണ്ട്. പിറകോട്ട് നോക്കിയപ്പോൾ വലിയ ഒരു സൈന്യവുമായി ഫിർഔനും കൂട്ടരും പിറകിൽ വരുന്നു. അത് കണ്ടുകൊണ്ട് മൂസാ നബിയെ വിശ്വസിച്ച ആ സഹാബത്ത് പറയുന്ന വർത്തമാനം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബി വിശ്വസിച്ച ആ സഹാബത്ത് പറഞ്ഞു, അല്ലയോ മൂസ, പിറകിലിതാ സൈന്യം, മുമ്പിലിതാ നയൽ നദി, ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ പിടിക്കപ്പെട്ടു പോയിട്ടോ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ തവക്കുൽ, അതാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഏതാണ് ആ തവക്കുൽ? അല്ലാഹു പറയട്ടെ. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ മഅയ റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് പറഞ്ഞത്, ഇന്നല്ലാഹ മഅയ റബ്ബി, തീർച്ചയായും അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅയ റബ്ബി, തീർച്ചയായും അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും, അവൻ എനിക്ക് വഴി കാണിക്കും എന്ന യഥാർത്ഥമായ തവക്കുൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും ശത്രുക്കൾ തിരഞ്ഞു നടക്കുക, കയ്യിൽ വലിയ ആയുധങ്ങളുമായി വകവരുത്താൻ വേണ്ടി, റസൂലിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അഭയം പ്രാപിച്ചതായ ആ ഒരു ഗുഹക്കരികിൽ ചെന്നു. അവരുടെ കാലടിയൊച്ചകൾ അബൂബക്കറിന്റെ ചെവിട്ടിലടിച്ചു. അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കാതിൽ മന്ത്രിച്ചു, അല്ലയോ റസൂലേ, അവരെങ്ങാനും ഒന്ന് ഇരുന്നു നോക്കിയാൽ, അവരെങ്ങാനും ഒന്ന് താഴെ നിന്ന് നോക്കിയാൽ, ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകും, നമ്മൾ പിടിക്കപ്പെട്ടു പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ യഥാർത്ഥ തവക്കുൽ തന്റെ കൂട്ടുകാരന് പഠിപ്പിച്ചു കൊടുക്കുക. പേടിക്കണ്ട അബൂബക്കറെ, ഇന്നല്ലാഹ മഅന, നമ്മുടെ രണ്ടാളോട് കൂടെ മൂന്നാമനായി അല്ലാഹുവുണ്ട്. ഭയപ്പെടേണ്ട അബൂബക്കറെ, എന്തു പ്രതിസന്ധി വന്നാലും അല്ലാഹ് കൂടെയുണ്ട് എന്ന ആ തവക്കുലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ബദറിന്റെ രണഭൂമിയിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യം പാഞ്ഞെടുത്തപ്പോ, ശ്രദ്ധിക്കണം കേട്ടോ, ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യം ബദറിന്റെ രണഭൂമിയിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ അവരുടെ കയ്യിൽ സർവ സൈന്യങ്ങളുമുണ്ട്, സർവ ആയുധങ്ങളുമുണ്ട്. എല്ലാ തരത്തിലും കഴിവുള്ളവരായിക്കൊണ്ട് ബദറിന്റെ രണഭൂമിയിലേക്ക് ശത്രുക്കൾ വരികയാണ്. ആലോചിച്ചു നോക്കണം,
ഇസ്ലാമിന്റെ പക്ഷത്തേക്കൊന്ന് നോക്കിയാൽ 300-ൽ പരം സഹാബാക്കളാണുള്ളത്. ഒട്ടിയ വയറാണ്, തുരുമ്പ് പിടിച്ച ആയുധങ്ങളാണ്, കയ്യിലെണ്ണാവുന്ന കുതിരകളും ഒട്ടകങ്ങളെ ഉള്ളൂ. ദുർബലരായിക്കൊണ്ട് അവരതാ ബദറിലേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്യാൻ അണിയണിയായിക്കൊണ്ട് ബദറിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം പോകുന്ന സഹാബത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നത് ഹസ്ബിയല്ലാഹ്, ഹസ്ബിയല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് മാത്രം മതി, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് മാത്രം മതി. നിങ്ങളെ കയ്യിൽ എല്ലാ മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് മതി എന്ന് പറഞ്ഞ് അവർ പ്രവേശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇസ്തിഗാസ ചെയ്തപ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചവർ ഇസ്തിഗാസ ചെയ്തപ്പോൾ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. നാം ആലോചിച്ചു നോക്കുക, ഈ ഒരു തവക്കുൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായോ? ഈ ഒരു തവക്കുൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായോ? തനിക്കൊരു കാര്യം സാധിക്കാനായി അല്ലാഹുവല്ലാത്തവരെ സമീപിക്കലാണ് രണ്ടാമത്തെ തവക്കുൽ. പാടില്ലാത്ത തവക്കുലാണ്. തനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, തനിക്കൊരു കഷ്ടപ്പാട് വന്നു, തനിക്കൊരു വേദന വന്നു, അല്ലാഹുവല്ലാത്തൊരു വഴിയിലേക്ക് പ്രവേശിക്കലാണ് രണ്ടാമത്തെ തവക്കുൽ. ഇത് അനുവദനീയമല്ല, ഇത് പാടില്ല, ഇത് ശിർക്കാണ്. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തിരിക്കുകയാണ്. ആ സഹാബി പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹും ഉദ്ദേശിച്ചു റസൂലും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, അല്ലയോ മനുഷ്യ, നീ എന്നെയും അല്ലാഹുവിനെയും സമമാക്കിയോ? നീ എന്നെയും അല്ലാഹുവിനെയും ഒരുപോലെ പറഞ്ഞോ? ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹു, മാഷാ അല്ലാഹ് എന്ന് മാത്രം പറ, അല്ലാഹു മാത്രം അറിയുമെന്ന് പറ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചു എന്ന് പറ എന്ന് പറഞ്ഞ് ആ സഹാബിക്ക് തിരുത്തി കൊടുക്കുകയാണ്. നാം ആലോചിക്കണം നമ്മുടെ തവക്കുൽ ഏത് വഴിയിലാണ് എന്നുള്ളത്. അല്ലാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ തവക്കുലായി പോകുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് അഹ്കാഫിലൂടെ 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ലോകത്ത് ഏറ്റവും വഴിപിഴച്ചവർ. കള്ളുകുടി ഇസ്ലാം നിരോധിച്ചതാണ്, ഹറാമാണ്. കള്ളം പറയൽ ഇസ്ലാം നിരോധിച്ചതാണ്, ഹറാമാണ്. പലിശ മേടിക്കൽ ഇസ്ലാം നിരോധിച്ചതാണ്, ഹറാമാണ്. എന്നാൽ ലോകത്ത് വച്ച് ഏറ്റവും വലിയ പാപം അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും വഴിപിഴച്ചവർ എന്ന് അല്ലാഹു പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. റസൂലുള്ളാഹിന്റെ ചുണ്ടിങ്ങനെ ഇളകുന്നുണ്ട്. ആയിഷ ബീവിയുടെ മടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യശ്വാസം വലിക്കുന്ന നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൽ റസൂലുള്ളാഹിന്റെ ചുണ്ടിങ്ങനെ ഇളകുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാത്, ചെവി റസൂലുള്ളാഹിന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. എൻ്റെ നബി എന്താ പറയുന്നത് എന്നറിയാൻ റസൂൽ ഇപ്രകാരമായിരുന്നു പറഞ്ഞിരുന്നത്, ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസ്രാനികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചത് അവരിലേക്ക് വന്ന നബിമാരുടെ ഖബറിടങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റി. അതിന്റെ പേരിലാണ് അല്ലാഹു അവരെ ശപിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അതുകൊണ്ട് നാം ആലോചിക്കണേ, നാം ഓർക്കണേ നമ്മുടെ തവക്കുൽ ഏതൊരു വഴിയിലാകുന്നുണ്ട് എന്നുള്ളത്.
ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമ്മുടെ തൽബിയത്ത് എങ്ങനെയാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ലബ്ബൈക, ഒരു മുഅ്മിനിന്റെ തൽബിയത്ത്. എന്നാൽ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് ഇപ്രകാരമായിരുന്നു: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അവർ ഹജ്ജിന് വരുമ്പോൾ പറയുന്നതാണ്. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു. നിനക്കൊരു പങ്കുകാരില്ലല്ലാ. ആ സമയത്ത് റസൂൽ പറയും, മതി മതി, നിർത്തിക്കോ, മതി, ഇനിയൊന്നും കൂട്ടല്ലേ, ഇനി കൂടുതലായി പറയല്ലേ എന്ന് റസൂൽ അവരോട് പറയും. അപ്പോഴും അവർ പറയും, ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക്. ഞങ്ങൾക്കൊരു പങ്കുകാരുണ്ട്, ഞങ്ങൾക്കൊരു പങ്കുകാരുണ്ട്. നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നതും അവർ ഞങ്ങൾക്ക് നൽകുന്നതും. അങ്ങനെയുള്ളൊരു പങ്കുകാര് ഞങ്ങൾക്കുണ്ട് എന്നവർ കൂട്ടി പറയുമായിരുന്നു. നാം ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ പറയുന്നതെന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നത് അവർക്കല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന്. എന്നാൽ ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ തൽബിയത്ത് ചൊല്ലുമ്പോഴും പറഞ്ഞിരുന്നത്. ഇല്ലാ ശരീകൻ ലക തംലികുഹു വമാ മലക്. ആ ഒരു അള്ളാഹുവിൻ്റെ ഔലിയാ, അള്ളാഹുവിൻ്റെ വലിയിനോട് ഞങ്ങൾ ചോദിക്കുന്നത് നീ കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ പോയപ്പോഴാണ് അവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് അവർ മുശ്രിക്ക് എന്ന്, അവർ മുശ്രിക്ക് എന്ന്, അവർ അള്ളാഹുവിനെ പങ്കു ചേർത്തവർ എന്ന്. നാം ആലോചിച്ചു നോക്കേ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് തവക്കുൽ ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ നല്ല രൂപത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ കടമയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാണ്. ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ് ബായഅതു തിസ്അ വതറക്ത ഹാദാ. നബിയെ, നിങ്ങൾ 9 ആളുകളുടെ ബൈഅത്ത് സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ബൈഅത്ത് ചെയ്യാൻ വന്ന ആളുകളുടെ 9 ആളുകളുടെ ബൈഅത്ത് സ്വീകരിച്ചു. വതറക്ത ഹാദാ, ഒരാളെ റസൂലുള്ള ഒഴിവാക്കി, ഒരാളുടെ ബൈഅത്ത് സ്വീകരിച്ചില്ല. സഹാബി ചോദിക്കുക, നബി എന്താണ് അയാൾ ഒഴിവാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അയാളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് എന്ന്. ഈ അയാളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരാണോ കയ്യിലോ കാലിലോ മറ്റെവിടെങ്കിലും മുറുക്കോ വല്ലതും കെട്ടിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ പങ്കു ചേർത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. അതുകൊണ്ട് ആലോചിക്കുക, ഓർക്കുക, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട യഥാർത്ഥ മാർഗത്തിലാണോ എന്ന്. പലപ്പോഴും ചില പാടി പറയുന്ന വരികളുണ്ട്. അതൊക്കെ ഇഷ്കിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും പറയാണ്. അതിൽ ശിർക്കില്ല എന്ന് പറയുന്നവരൊക്കെയുണ്ട്. അത് സ്നേഹത്തിൻ്റെ പേരിൽ പാടിയല്ലേ, അതിൽ വല്ലതൊന്നും ആലോചിക്കാനൊന്നുമില്ല, അത് ഇഷ്ടത്തിൻ്റെയും ഹുബിൻ്റെയും പേരിൽ പാടുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഗൗരവകരമായ കാര്യം പറയട്ടെ, അല്ലാഹുവല്ലാത്ത മറ്റ് ഏതെങ്കിലും ശൈഖന്മാരെയോ നബിമാരുടെയോ പേര് പറഞ്ഞു ബൈത്ത് പാടുമ്പോൾ അതിൽ ശിർക്കിൻ്റെ വരികൾ വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞതാണ്. ഈടെ പാടുന്ന ബൈത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പാടുന്ന ബൈത്തിൽ പറയുന്നു, ഇല്ലം തകും ഫിൽ മആതി ആഖിദം ബിയദി ഫളലം വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. അല്ലാഹുവിൻ്റെ റസൂലേ, പരലോകത്ത് അങ്ങ് എൻ്റെ കൈ പിടിക്കാനില്ലാതിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും? ഞാൻ കഷ്ടത്തിലാകും. വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, എൻ്റെ കൈ അങ്ങ് പിടിക്കണേ എന്ന് പറഞ്ഞ് റസൂലിനോട് പറയുന്ന ആ ഒരു പാട്ട് പാടില്ലാത്തതാണ്. അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. പരലോകത്തെ വിജയം അള്ളാഹുവിൻ്റെ റസൂലിനോടല്ല പറയേണ്ടത്. അറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ
എന്നിട്ട് റസൂലുള്ള പറയുന്നു, യാ ഫാത്തിമ ബിൻതു മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, സലീനി മിൻ മാലി മാ ശിഅ്തി, മോൾക്ക് സമ്പത്ത് എന്തെങ്കിലും വേണമെങ്കിൽ ബാപ്പയോട് ചോദിച്ചോ, ദുനിയാവിൽ എന്തെങ്കിലും വസ്തുക്കൾ വേണമെങ്കിൽ ബാപ്പയോട് ചോദിച്ചോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അംലികു ലകി മിനല്ലാഹി ശൈആ, അള്ളാഹുവിന്റെ കോടതിയിൽ ആഖിറത്തിൽ ബാപ്പ നബിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ ഒന്നും നിനക്ക് മേടിച്ചു തരാൻ ബാപ്പാനെ കൊണ്ട് പറ്റൂല മോളെ. ദുനിയാവിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, ആഖിറത്തിൽ ബാപ്പാനെ കൊണ്ട് സാധ്യമല്ലട്ടോ, അത് അള്ളാഹു തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം മകളെ ഉപദേശിക്കാൻ. നാം ആലോചിച്ചു നോക്കുക, നമ്മുടെ ഈമാൻ യഥാർത്ഥമായ മുവഹിദിന്റെ ഈമാനായി മാറിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ട കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംസാരത്തിൽ കുറച്ച് പ്രയാസമുള്ള ആളായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു സംസാരിക്കുന്ന ആളായിരുന്നു. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയാൻ, റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തു ത്വാഹയുടെ 25-ാമത്തെ ആയത്തിലൂടെ പറയാൻ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ ഹൃദയത്തിന് വിശാലത തരണേ, എൻ്റെ ഖൽബിന് നീ വിശാലത തരണേ, എൻ്റെ നാവിൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ, എൻ്റെ നാവിൻ്റെ കെട്ടുകളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് മാത്രം പറയാൻ. ആലോചിക്കണം, നമ്മളെ നാട്ടിലെ ആളുകൾ ഏറ്റവും കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷെയ്ഖാണ് മുഹൈദ്ദീൻ ഷെയ്ഖ്. മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ കിതാബായ ഫതഹുർ റബ്ബാനിയിൽ ആ മുഹൈദ്ദീൻ ഷെയ്ഖ് പറയുന്നത് നാം ഒന്ന് കേൾക്കുക. നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളും അല്ലാത്തവരുമൊക്കെ അംഗീകരിക്കുന്ന ഒരു കിതാബാണ് മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ ഫതഹുർ റബ്ബാനി. ആ ഫതഹുർ റബ്ബാനിയിൽ മുഹൈദ്ദീൻ ഷെയ്ഖ് പറയുന്നു, യാ കാഫിയ മൂസാ ഫിർഔൻ, മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവേ, അല്ലാഹുവേ, വയാ കാഫിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്സാൻ. മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിൽ നിന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച അല്ലാഹുവേ, വയാ കാഫിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നീറാൻ, കത്തിയെരുകുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് അഭയം നൽകിയ അല്ലാഹുവേ, വയാ കാഫിയ ലൂത്തൻ അലൈഹിസ്സലാം, ലൂത്ത് നബിയെ രക്ഷിച്ച അല്ലാഹുവേ, വയാ കാഫിയ മിൻ കുല്ലി ഷൈ വലാ തക്ഫി മിൻഹു ഷൈ, എല്ലാവർക്കും എല്ലാ അവസ്ഥയിലും അറിയാവുന്ന, എല്ലാ അവസ്ഥയിലും മതിയാവുന്ന അല്ലാഹുവേ. മുജീൻ ഷെയ്ഖ് പറയാ, എന്നിട്ട് പറയാ, വയാ കാഫിയ ആയിഷത വയാ ആസിയ, ആസിയ ബീവിക്കും അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹക്കും മതിയായവനായ അല്ലാഹുവേ. എന്നിട്ട് മുഹൈദ്ദീൻ ഷെയ്ഖ് പറയുന്നു, ഇക്ഫിനി അദീമൽ ബലാഇ മിൻ കുല്ലി ഷൈ, അവർക്കെല്ലാം മതിയായ റബ്ബേ, എനിക്ക് നീ തന്നെ മതി. ഇങ്ങനെയുള്ള മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ പറയോ? അത് പിൽക്കാലത്ത് ചില ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. മുഹൈദ്ദീൻ ഷെയ്ഖ് മുവഹിദായ ഒരു മനുഷ്യനാണ്, നല്ല അള്ളാഹുവിനെ തഖ്വയുള്ള മനുഷ്യനാണ്. ആ മുഹൈദ്ദീൻ ഷെയ്ഖ് പറയുന്നതൊന്ന് കാണുക. 91 വയസ്സുള്ള സമയത്ത് മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ അടുത്തേക്ക് തൻ്റെ മകൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പൊന്നുമോന് വന്നുകൊണ്ട് പറയാൻ. എന്നിട്ട് പറയാണ്, യാ അബി അൻ നസീഹ, എൻ്റെ വാപ്പ എനിക്കൊരു നസീഹത്ത് തരണം. മരണാശയി കിടക്കുന്ന 91 വയസ്സുള്ള മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയാൻ. ആ സമയത്ത് പറയുന്നു, അലൈക ബിതഖ്വല്ലാഹ്, പൊന്നുമോനെ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നു, വലാ തഖ്ഫ അഹദൻ സിവല്ലാഹ്, അല്ലാഹനല്ലാതെ മറ്റൊന്നിനെയും നീ ഭയപ്പെടരുത്, മറ്റൊന്നിനെയും നീ ഭയപ്പെടരുത്. വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹനല്ലാതെ മറ്റൊന്നിനെയും നീ പ്രതീക്ഷ വെക്കരുത്. വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിൽ നീ പരമേൽപ്പിക്കണേ. മുഹൈദ്ദീൻ ഷെയ്ഖ് പറയാൻ, മകൻക്ക് കൊടുക്കുന്ന ഉപദേശ, വലാ തഅ്തമിദ് ഇല്ലല്ലാഹ്,
ആ റബ്ബിനല്ലാതെ ആരെയും നീ അവലംബിക്കരുത്. നിന്റെ പ്രയാസത്തിലും നിന്റെ ദുഃഖത്തിലും അല്ലാഹുവിനല്ലാതെ വേറെ ആളെയും നീ അഭയം പ്രാപിക്കരുത് എന്ന് മകനോട് പറയാ. എന്നിട്ട് ആ കിതാബിൽ മുഹ്യിദ്ദീൻ ശൈഖ് എഴുതി വെച്ചിരിക്കുകയാണ്, തക്തിബു ഹത്താ ഫീ സ്വലാത്തിക ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ. നീ നമസ്കരിക്കുമ്പോൾ നീ കള്ളം പറയല്ലേ. നീ നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വതക്തിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറ, നിന്റെ ഹൃദയത്തിലെ കുറെ ഇലാഹുകളെ വെച്ചിട്ട് നീ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ഇലാഹുകളെ വലിച്ചെറി, എന്നിട്ട് നീ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പറയാ. വകുല്ലമാ തഅ്തമിദു അലൈഹി ഫഹുവ ഇലാഹുക, നിന്റെ പ്രയാസത്തിൽ നിന്റെ ദുഃഖത്തിൽ നിന്റെ വേദനയിൽ നീ ഏതൊന്നിനെയാണോ അവലംബിക്കുന്നത് ഫഇലാഹുക, അത് നിന്റെ ഇലാഹാണ്. ഒരാൾക്ക് മക്കളില്ല, അല്ലാഹു അല്ലാത്ത ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അതാണ് നിന്റെ ഇലാഹ്. അങ്ങനെ പാടില്ല എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പറയാ. അതുകൊണ്ട് ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും അല്ലാഹനെ മാത്രമേ ഇലാഹാക്കാൻ പാടുള്ളൂ. എന്നിട്ട് വീണ്ടും പറയുന്നു, വകുല്ലു ശൈഇൻ വതഖാഫു മിൻഹു വതർജു ഫഇലാഹുക, അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒന്നിനോട് നീ പ്രതീക്ഷ വെക്കുകയാണെങ്കിൽ അത് നിന്റെ ഇലാഹാണ്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത ഒന്നിനോടും നീ പ്രതീക്ഷ വെക്കരുത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം നല്ല വിശ്വാസമാക്കി മാറ്റുക, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിതാബിൽ പറയുന്ന ഒരു കാര്യം കൂടി ഒന്ന് കേൾക്കുക. കൈഫ തഖൂലു യാ ഉലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മോനെ നീ എങ്ങനെയാടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? ഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ 1000 ഇലാഹുകളെ വെച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ഇലാഹുകളെ പുറത്താക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വകുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക, നീ നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നത്തിൽ നിന്റെ വേദനയിൽ അല്ലാഹുവല്ലാത്ത ആരെങ്കിലും അവലംബിക്കുന്നുവെങ്കിൽ അത് നിന്റെ വിഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അത് നിന്റെ വിഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. വഫാത്താകുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഹദീസുകളിൽ പറയുന്നു. റസൂലുള്ള പറയാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ച റബ്ബേ എൻ്റെ ഖബറിടത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുതല്ല, എൻ്റെ ഖബറിടത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു നല്ല സുദിനം വന്ന സമയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക. ആ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ചെറിയ കുട്ടികൾ പാട്ടുപാടി, ഫീനാ നബിയുൻ യഅലമു ഫീ ഗദി, ഞങ്ങളിലേക്കിതാ ഒരു പ്രവാചകൻ കടന്നു വരുന്നു, ഞങ്ങളിലേക്കിതാ ഒരു പ്രവാചകൻ കടന്നു വരുന്നു, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിർത്ത്, ലാ യഅലമു ഫീ ഗദി, നാളത്തെ കാര്യങ്ങൾ അറിയാത്ത പ്രവാചകനാണ്.
എനിക്ക് ഗൈബ് മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയല്ലേ. ആ മക്കളെ നല്ലതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തവക്കുൽ അതൊക്കെ അള്ളാഹുവിനോട് മാത്രമാക്കുക. അള്ളാഹു നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാനുള്ളത്, നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രൂപത്തിൽ ഈ സഹായിക്കേണ്ട അവസ്ഥയാണ്. ജാരിയായ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു അവസരങ്ങളാണ്. നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ ഖബറിടത്തിലേക്ക് ആ ഒരു പ്രതിഫലം മുറിയാതെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ പള്ളിയുടെ നിർമ്മാണത്തിലേക്കൊക്കെ സഹായങ്ങൾ ചെയ്താൽ, അതുകൊണ്ട് ആ ഒരു കാര്യം മറന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വീട്ടിലേക്ക് പോയി. അവരൊക്കെ അവരെ കയ്യിലുള്ളത് കൊണ്ടുവന്നു. അബൂബക്കർ കൊണ്ടുവന്നു, ഉമർ കൊണ്ടുവന്നു, എല്ലാവരും കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിച്ചു, എന്താണ് ഇനി നിന്റെ വീട്ടിലുള്ളത് എന്ന്, എന്താണ് നിന്റെ വീട്ടിലുള്ളത് എന്ന്. റസൂലുള്ളാഹിയുടെ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയാണ് ഈ ഇരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചാക്കും പിടിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന്. ആ സമയത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു, ഇനി എൻ്റെ വീട്ടിലൊന്നുമില്ല, അല്ലാഹും റസൂലും മാത്രമേ ഉള്ളൂ. എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നല്ല രൂപത്തിൽ നമ്മൾ സദഖയും അതുപോലെ തന്നെ ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. ഇനിയൊരു മലക്ക് വന്നിട്ടല്ല ചെയ്യുക, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ തന്നെ നാം ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാളെ ഇവിടെ സഹോദരിമാർക്കുള്ള ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് നാം പ്രത്യേകം നമ്മുടെ സഹോദരിമാരൊക്കെ പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ദീനി വിഷയങ്ങളിലൊക്കെ നാം പ്രത്യേകം ജാഗ്രതയുണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളേവരെയും നീ നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ക്ഷമനവും സൗഖ്യവും ഒക്കെ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ കഷ്ടപ്പെടുത്തരുത് അല്ലാഹ്. ദീന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من خطب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.